ആ നീ വാ. ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ നിന്നാണെന്ന വ്യാജേനെ അഭിഭാഷകയെ വെർച്വൽ അറസ്റ്റ് ചെയ്ത് പണം തട്ടാൻ ശ്രമം. കൊല്ലം മയ്യനാട് സ്വദേശിയും മുൻ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടറുമായ ഷറഫുനിസ ബീഗത്തെയാണ് തട്ടിപ്പ് സംഘം അറസ്റ്റ് ചെയ്ത് പണം തട്ടാൻ ശ്രമിച്ചത്. 2 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ ഫോൺ നമ്പർ കട്ടാകുമെന്നും അറിയിച്ച് ആദ്യ കോൾ വന്നു. ഇതിനെക്കുറിച്ച് കൂടുതലറിയാൻ 9 എന്ന അക്കത്തിൽ അമർത്താൻ പറഞ്ഞതനുസരിച്ച് അഭിഭാഷക ആ നമ്പർ അമർത്തി. തുടർന്ന് കോൾ വേറെ ഒരാളിലേക്ക് കണക്റ്റ് ആകുകയായിരുന്നു. നിങ്ങളുടെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നറിയിച്ച ശേഷമാണ് ഭീഷണി ആരംഭിച്ചത്. ഉടൻ തന്നെ അഭിഭാഷക മറ്റൊരു ഫോണിൽ നിന്ന് സൈബർ പോലീസിൽ വിവരമറിയിച്ചു. ആദ്യം ഇംഗ്ലീഷിൽ സംസാരിച്ച തട്ടിപ്പ് സംഘത്തിലെ ഒരാൾ പിന്നീട് മലയാളത്തിലും നന്നായി സംസാരിച്ചുവെന്ന് അഭിഭാഷക പറഞ്ഞു. ഇതിനിടെ സൈബർ സംഘം ലൊക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതായി സംശയം തോന്നിയ സംഘം കോൾ കട്ട് ചെയ്ത ശേഷം വാട്സപ്പ് വഴി വീഡിയോ കോൾ വിളിച്ചു. ഒന്നിലേറെ തവണ വീഡിയോ കോൾ വന്നതോടെ അഭിഭാഷകർ കോൾ എടുത്തു. ഈ സമയം പോലീസ് വേഷം ധരിച്ച് വീഡിയോ കോളിൽ എത്തിയ ആൾ വെർച്വൽ അറസ്റ്റാണെന്ന് പറഞ്ഞ് ഇതിനിടെ അഭിഭാഷക കോൾ റെക്കോർഡും ചെയ്യുകയുണ്ടായി. ഇത് കണ്ടതോടെ സംഘം കോൾ കട്ടാക്കി തടി തപ്പുകയായിരുന്നു. After connecting call, you tell them how to contact them, and if one number relevant, I will provide information. ഇന്നലെ ഒരു 12:45 എനിക്ക് ആദ്യത്തെ കോൾ വന്നത്. അപ്പൊ ഞാൻ കോൾ എടുത്തപ്പം ബി എസ് എൻ എല്ലിന്റെ റെക്കോർഡർ കോൾ ആയിരുന്നു അത്. അവര് റെക്കോർഡ് ചെയ്ത് നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് +1 കസ്റ്റമർ കെയർ എന്നൊക്കെ പറഞ്ഞ് വിളിക്കത്തില്ലേ. അതേപോലെ എന്റെ അടുത്ത് പറഞ്ഞു എന്റെ ഫോൺ 2 മണിക്കൂറിനകം ഡിസ്കണക്ട് ആവും. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ കസ്റ്റമർ കെയറിൽ കോൺടാക്ട് ചെയ്യാൻ +9 എന്ന്. അപ്പൊ ഞാൻ 9 പ്രസ് ചെയ്തപ്പോഴാണ് ഇവർ പറഞ്ഞത് ഞങ്ങൾ ട്രായ് എന്നാണ് വിളിക്കുന്നത്, ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ നിന്നാണ് വിളിക്കുന്നത്. അത് നിങ്ങളുടെ ആധാർ കാർഡ് ഉപയോഗിച്ച് മുംബൈയിൽ 10/12/2024 ഒരു സിം എടുത്തിട്ടുണ്ട്. ആ സിമ്മിന്റെ നമ്പരും പറഞ്ഞു, പക്ഷെ നമ്പർ ഞാൻ വീട്ടിൽ എഴുതി വെച്ചിരിക്കുന്നത്. ആ സിം ഉപയോഗിച്ച് പലരിൽ നിന്നും പണം തട്ടാനും അശ്ലീല സന്ദേശങ്ങളൊക്കെ അയക്കാനും ഉപയോഗിക്കുന്നുണ്ട്. അതിന് നിങ്ങൾക്കെതിരെ 17 കംപ്ലൈന്റ് മുംബൈ പോലീസ് ചിരക് നഗർ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 17 കംപ്ലൈന്റ് എനിക്കെതിരെ ഉണ്ട്. അതിൽ ഒരു FIR എനിക്കെതിരെ എടുത്തിട്ടുണ്ട്. ആ FIR നമ്പർ 1045/MH 1045/0125 എന്നാണ് അവർ പറഞ്ഞത്. അങ്ങനെ ഒരു FIR നമ്പർ വരാൻ സാധ്യതയില്ല. ആ FIR എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ മുംബൈ ചിരക് നഗർ പോലീസ് സ്റ്റേഷനിൽ ഞാൻ ചെല്ലണം. അവരെ ഇപ്പൊ ഇയാള് ഈ ട്രായിക്കാർ ഹോട്ട്ലൈനിൽ കണക്ട് ചെയ്യാതെ വരാന്ന് പറഞ്ഞിട്ട് അവര് ഹോട്ട്ലൈനിൽ കണക്ട് ചെയ്ത് അവർ അപ്പുറത്തുനിന്നൊക്കെ ആയിരിക്കും വിളിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെ സംസാരിക്കാൻ സമയമില്ല, ഞാൻ കോടതിയിൽ നിൽക്കുകയാണെന്ന് പറഞ്ഞപ്പം അവര് പറഞ്ഞു എപ്പോഴും വിളിക്കണം എന്ന് വെച്ചാൽ 3 മണി കഴിഞ്ഞ് വിളിക്കാൻ പറഞ്ഞു. കറക്റ്റ് 2:58 അവരെന്നെ വീണ്ടും വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾക്ക് സംഭവത്തിന്റെ ഗൗരവം അറിയത്തില്ലേ, നിങ്ങൾ നിങ്ങളുടെ ID കാർഡൊക്കെ ആർക്കെങ്കിലും കൊടുക്കുന്ന എന്തിനാ എന്ന് പറഞ്ഞ് ഒരുപാട് നേരം സംസാരിച്ച്. ഞാൻ പറഞ്ഞില്ല, ഞാൻ പബ്ലിക് പ്രോസിക്യൂട്ടർ ആയിരുന്നു, ഞാൻ ഇപ്പം പ്രാക്ടീസ് ചെയ്യാണ് എന്നെല്ലാം ഞാൻ പറഞ്ഞു. അഡ്വക്കേറ്റ് ആണ്, കൊല്ലത്തെന്ന് ഞാൻ പറഞ്ഞില്ല. വിളിച്ച ആള് ഇടയ്ക്ക് ഒരാൾ എന്നോട് ചോദിച്ചു ഞാൻ എന്റെ മദർ ടങ് എന്താണെന്ന് ചോദിച്ചു. ഞാൻ മലയാളമാണെന്ന് പറഞ്ഞു. യു സ്പീക്ക് ഇൻ മലയാളം ഞാൻ പറഞ്ഞു ഡു യു നോ മലയാളം? കുറച്ച് പറയും. അപ്പൊ ഞാൻ വെച്ച് ഹിന്ദിക്കാരിലെ മലയാളം പറയുന്നതൊക്കെ ആയിരിക്കും. എന്നിട്ട് പിന്നെ അയാൾ എന്റെ അടുത്ത് ഇംഗ്ലീഷിൽ തന്നെ ചോദിച്ചുകൊണ്ടിരുന്നു. ഞാൻ മറുപടി പറഞ്ഞുകൊണ്ടിരുന്നപ്പം അയാൾ എന്നോട് പറഞ്ഞു യു ഷുഡ് കം ടു മുംബൈ പോലീസ് സ്റ്റേഷൻ. ഞാൻ അന്നേരം എനിക്ക് ദേഷ്യം വന്നിട്ട് പറഞ്ഞു പിന്നെ ഞാനിനി വരാൻ പോവുക മുംബൈ വരെ, കൊല്ലത്തുനിന്ന് മുംബൈ വരെ വരാൻ പോവാണെന്ന്. അപ്പൊ അയാൾ കൊല്ലത്താണോ വീടെന്ന് കറക്റ്റ് നല്ല മലയാളത്തിൽ ഒരു വ്യത്യാസവും മറ്റൊരു ഭാഷക്കാർ പറയുന്ന പോലെ ഒന്നും തോന്നാതെ കൊല്ലത്താണോ വീടെന്ന്. പിന്നെ അയാൾ കട്ട് ചെയ്തിട്ട് പോയി ഫോൺ. പിന്നെ വേറൊരാൾ വിളിച്ചിട്ട് അയാളും കുറെ നേരം ബഹളം വെച്ച് എന്റെ ID കാർഡ് കൊടുക്കുന്നത് എന്തിനാ, നിങ്ങൾ പോലീസ് സ്റ്റേഷന് മുംബൈയിൽ വന്നേ പറ്റത്തുള്ളൂ, എക്സംഷൻ ഒന്നും തരാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യാൻ നിങ്ങൾക്ക് കൊല്ലത്ത് വരാൻ പറ്റത്തില്ല, നിങ്ങൾക്ക് മുംബൈയിൽ വരാൻ പറ്റത്തില്ലെങ്കിൽ ഞങ്ങൾ വീഡിയോ കോളിൽ വരാം. ഞാൻ പറഞ്ഞ് വേണ്ട, വീഡിയോ കോളിൽ വരാൻ ഞാനിപ്പം വീഡിയോ കോളിൽ വരാനുള്ള ഇതിൽ നിൽക്കുകയല്ലാന്ന്. അത് പറ്റത്തില്ല, നൗ വി വിൽ കം വീഡിയോ കോൾ പറഞ്ഞു തീർന്നതും വീഡിയോ കോൾ ഒന്നും ഒന്നിച്ചു. 2 കാള് ഞാൻ എടുത്തില്ല.
ഞാൻ എന്റെ മരുമോളെ വിളിച്ച് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി. ഇതിനിടയ്ക്ക് ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാനൊക്കെ നോക്കി. ഒരു വീഡിയോ കോളിൽ വന്നപ്പം സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അയാളോട് കിടന്ന് ബഹളം വയ്ക്കുന്നു. ടു ഹൂം യു ആർ ഷെയറിംഗ് ദ സ്ക്രീൻ, ഡോണ്ട് ഷെയർ ദ സ്ക്രീൻ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ബഹളം വയ്ക്കുന്നു. എന്നിട്ട് പിന്നെ ആരെ ആഡ് ചെയ്യാൻ നോക്കിയിട്ട് ഒന്നും പറ്റുന്നില്ല. ഈ സൈബർ സെല്ലുകാരുടെ നമ്പരേ ഉള്ളൂ എന്റെ അടുത്ത്, അവരുടെ പേരും ഇല്ല. അപ്പൊ നമ്പരൊക്കെ ഡയൽ ചെയ്യാൻ ഇയാളോട് അങ്ങ് ബഹളം വെച്ചോണ്ടിരിക്കുക. അപ്പൊ ഞാൻ അവളോട് പറഞ്ഞു, വരുവോളോട് പറഞ്ഞ് റെക്കോർഡ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അവള് ജസ്റ്റ് എന്റെ ബാക്കിൽ വന്നൊന്ന് റെക്കോർഡ് ചെയ്തു. അപ്പം അപ്പോഴും അവൻ കിടന്ന് ബഹളം വെച്ചു, ഹു ഈസ് ദാറ്റ് റെക്കോർഡിംഗ്, വാട്ട് ഈസ് ഷീ ഡൂയിങ് ദെയർ, ഹു ഈസ് ദെയർ, ഹു ഈസ് ദ അതർ പേഴ്സൺ എന്നൊക്കെ ചോദിച്ചോണ്ട് ഇയാൾ കിടന്ന് ഭയങ്കരമായിട്ട് ബഹളം വെച്ച്. പോലീസിന്റെ വേഷത്തില്, കമ്മീഷണറുടെ വേഷത്തില്, ബാക്കില് മഹാത്മാഗാന്ധിയുടെയും മോദിയുടെയും ഒക്കെ ഫോട്ടോ, സൈഡിൽ ഇന്ത്യൻ ഫ്ലാഗും തൂക്കി, വലിയൊരു ഫ്ലാഗ് തൂക്കിയിട്ടുണ്ടായിരുന്നു. അത് കാണുമ്പോൾ അറിയാം നമുക്ക് ഫേക്ക് ആണെന്ന്. ഒരു പോലീസ് സ്റ്റേഷൻ ആണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി അവര് ഉണ്ടാക്കി വെച്ചേക്കുന്നതാണെന്ന് നമുക്ക് മനസ്സിലാവും. സൈബർ സെല്ലിന് ഞാൻ എന്റെ ഫസ്റ്റ് കോൾ വന്നപ്പോഴേ ഞാൻ വിളിച്ചു പറഞ്ഞായിരുന്നു. ഫസ്റ്റ് കോൾ വന്നപ്പോൾ എനിക്ക് ഫേക്ക് ആണെന്ന് അപ്പോഴേ മനസ്സിലായി. എന്റെ ആധാറും ID കാർഡും ഉപയോഗിച്ച് അവിടെ വരുമൊന്നും എടുക്കത്തില്ല, ഇത് പൈസ കിട്ടാനുള്ള വേലയാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോഴും തന്നെ ഞാൻ സൈബർ സെല്ലിൽ വിളിച്ചു പറഞ്ഞായിരുന്നു. ആ സൈബർ സെൽ CI മെഡിക്കൽ ലീവിലാണെന്ന് പറഞ്ഞ SI ആണ് ഫോൺ എടുത്തത്. സ്ഥലത്ത് ഞാൻ കാര്യം പറഞ്ഞു, ഞാൻ APP ആയിരുന്നു, ഇപ്പം അഡ്വക്കേറ്റ് ആണ്, എനിക്ക് ഇങ്ങനെ ഒരു കോള് വന്നിട്ടുണ്ട്. അപ്പൊ പറഞ്ഞ് +1 തുടങ്ങുന്ന കോള് വരുന്നത് ഈ ഫ്രോഡ് കോളാണ്, അതുകൊണ്ട് അത് ഒഴിവാക്കുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ സംസാരം കണ്ടിന്യൂ ചെയ്ത് നമുക്ക് നോക്കാന്ന് പറഞ്ഞു. എനിക്ക് നേരത്തെ ഇങ്ങനെ ഒരു കോള് വന്നായിരുന്നു ഒരു 6 മാസം മുമ്പ്. എന്റെ മോളെ അറസ്റ്റ് ചെയ്ത് നിർത്തിയേക്കുന്ന നാർക്കോട്ടിക് കേസിനകത്ത്. അത് അപ്പം അവര് 20,000 രൂപ കൊടുക്കണം, CBI എന്നാണ് വിളിക്കുന്നത്, 20,000 രൂപ കൊടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു CBI-ക്കാര് ബ്രൈബ് ചോദിക്കുകയാണോ എന്ന് ചോദിച്ചു. എന്നിട്ട് അവര് പറഞ്ഞു, അതൊരു ലേഡിയായിരുന്നു, അത് ഭയങ്കരമായിട്ട് എന്റെ അടുത്തൊക്കെ ദേഷ്യപ്പെട്ടു. നിങ്ങളുടെ മോളെ റിലീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 20,000 രൂപ അപ്പോഴും തന്നെ അയച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ കോളം കട്ട് ചെയ്തു. കോള് കട്ട് ചെയ്തിട്ട് ഞാൻ സാധാരണക്കാർക്ക് വന്നു കഴിഞ്ഞാൽ കോള് കട്ട് ചെയ്യണമെന്ന് അതേ ഉള്ളു പറയാൻ. നമ്മള് ഫോണിൽ കൂടെ നമ്മളെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. വെടി വെച്ച് കൊല്ലാനോ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാനോ എടുത്തോണ്ട് പോകാനോ ഒന്നും പറ്റത്തില്ല. അപ്പൊ നമ്മളെ കോളം കട്ട് ചെയ്യുക. വരുന്ന കുഴപ്പമെന്ന് പറഞ്ഞാൽ ആരും പത്രം വായിക്കുന്നില്ല. പത്രത്തിൽ ദിവസവും വരുന്നുണ്ട് ഈ തട്ടിപ്പിന്റെ കാര്യം, ദിവസവും വരുന്നുണ്ട് തട്ടിപ്പിന്റെ കാര്യം. എല്ലാവരും മൊബൈലിനകത്തിട്ട് കുത്തിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ഇതൊന്നും അറിയത്തുമില്ല ആർക്കും. കോള് വന്നാൽ ഉടനെ എടുക്കും. നമ്മൾ കോള് കട്ട് ചെയ്യുക, അതേ ഉള്ളു മാർഗം.